രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ ഭജഗോവിന്ദൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. ഭജഗോവിന്ദത്തിൻ്റെ രണ്ടാമത്തെ ശ്ലോകമാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച കൃഷ്ണൻ്റെ സർവസ്വവുമായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ നിങ്ങൾക്ക് കിട്ടും. എല്ലാ ബുധനാഴ്ചയും ഭജഗോവിന്ദം, എല്ലാ വ്യാഴാഴ്ചയും നിങ്ങൾക്ക് ജയദേവ കവിയുടെ നിങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത കഥകളാണ്. അതേ കണക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്, നിങ്ങളത് കേൾക്കുക. എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊല്ലത്താണ്. ദൂരെയുള്ളവർക്ക് ഹോസ്റ്റൽ സൗകര്യമുണ്ട്, അവർ വന്നിവിടെ പഠിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ 9645333999 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരുമെന്നാണ്. അതുകൂടാതെ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കേൾക്കുക. ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ 9645333999 വിളിച്ചാൽ മതി. പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് അഷ്ടാവക്ര ഗീതയുണ്ട്. ഒരു ഹിന്ദു മരിക്കുന്നതിന് മുമ്പ് അത് കേൾക്കണം, അത് കേൾക്കാതെ ജീവൻ വെടിയാൻ അനുവദിക്കരുത്. അതേ കണക്ക് തന്നെയാണ് രാധിക കവചൻ 2 ഉണ്ട്. അത് 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം പാടിയിട്ടിട്ടുണ്ട്, വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും. രാധാ മാനസതന്ത്രം എന്ന പ്രശസ്തമായ മന്ത്രം അതും ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ക്ഷേത്രങ്ങളെക്കുറിച്ചുണ്ട്, നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയുണ്ട്, ഭക്തമീരയുടെ കഥയുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേൾക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ രാവിലെയും വളരെ പ്രയോജനം കിട്ടുന്ന, അറിവ് കിട്ടുന്ന മോർണിംഗ് മെസ്സേജ് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്.
എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പൊ ഇന്ന് ഭജഗോവിന്ദം 2ാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തത് വേണമെന്നുള്ള ഒരു പ്ലേലിസ്റ്റ് എടുത്താൽ മതി. ഈ 2ാമത്തെ ക്ലാസ് നിങ്ങൾ കേൾക്കുക. ഭജഗോവിന്ദം ഒരു അത്യപൂർവമായ പുസ്തകമാണ്. നിങ്ങളത് കേൾക്കുക. നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഇന്നത്തെ ഭജഗോവിന്ദം നമുക്ക് പാടിത്തരുന്നത് നിങ്ങളുടെ പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞ ആരാണ്? അൽബ. അൽബയാണ്. നിങ്ങളുടെയൊക്കെ ഹൃദയം കവർന്ന അൽബ. അഷ്ടപതിയിലൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ കയറിപ്പറ്റിയ അൽബ നാരായണത്തിലൂടെ, നാരായണീയ ആലാപനത്തിലൂടെ നിങ്ങളുടെ എല്ലാം ഭക്തി, നിങ്ങളുടെ ഹൃദയം മുഴുവൻ ഭക്തി സാന്ദ്രമാക്കിയ അൽബ. ആ അൽബ ഇതാ അതിമനോഹരമായി പാടാൻ പോകുന്നു. കേട്ടുകൊള്ളൂ. കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണ എല്ലബസേ നിജ കർമ്മോപാതം വിത്തം തേന വിനോദയ ചിത്തം. അപ്പോൾ നമ്മുടെ അൽബ അത് മനോഹരമായി പാടിത്തന്നത് കേട്ടല്ലോ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മൂഢജഗീഹിതനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാതം വിത്തം തേന വിനോദയ ചിത്തം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. നോക്കൂ, ജഗീഹി അർത്ഥം എഴുതിക്കും. മൂഢ മൂഢൻ. ജഗീഹി ഉപേക്ഷിച്ചാലും, ജഗീഹി ഉപേക്ഷിച്ചാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കേട്ടോ. അതായത് ഈ ശങ്കരാചാര്യ സ്വാമിയുടെ ഭജഗോവിന്ദം എന്ന് പറയുന്ന കൃതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ് ജഗീഹി. അർത്ഥം ഉപേക്ഷിച്ചാലും. എന്തിനെ? തൃഷ്ണാം, ധനാഗമ, ധനം വരുന്ന. തൃഷ്ണാം, ആഗ്രഹം, ആഗ്രഹം. കുരു, അങ്ങനെ കുരു ചെയ്താൽ. സദ്ബുദ്ധിയും, നല്ല ചിന്തകൾ, നല്ല ചിന്തകൾ. മനസ്സി, മനസ്സിൽ. വിതൃഷ്ണ, അത്യാഗ്രഹമില്ലാതെ. തൃഷ്ണ ആഗ്രഹം, വിതൃഷ്ണ അത്യാഗ്രഹമില്ലാതെ. എല്ലബസേ കിട്ടുന്നത് കൊണ്ട്, എല്ലബസേ കിട്ടുന്നത് കൊണ്ട്. നിജ, നിജ എന്ന് പറഞ്ഞാൽ തൻ്റെ. നിജ, നിജ എന്ന് പറഞ്ഞാൽ തൻ്റെ. കർമ്മോപാത്തം അർത്ഥം കർമ്മസംബന്ധമായ. കർമ്മോപാത്തം കർമ്മസംബന്ധമായ. വിത്തം, വിത്തം ധനം. തേന അതുകൊണ്ട്. വിനോദയ സന്തോഷിച്ചാലും. ചിത്തം മനസ്സ്. അപ്പോൾ ഇവിടെ എന്താ ശങ്കരാചാര്യ സ്വാമി പറഞ്ഞിരിക്കുന്നത്? മൂഢ, ധനാഗമനത്തിനുള്ള, ധനം നേടാനുള്ള, പണം നേടാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് മനസ്സിൽ നീ നല്ല ചിന്തകൾ വളർത്ത്. നിന്റെ കർമ്മത്തിൻ്റെ ഫലമായി എന്ത് ലഭിക്കുന്നുവോ അതുകൊണ്ട് നീ മനസ്സിനെ തൃപ്തിപ്പെടുത്തൂ. അപ്പം മൂഢ, ധനാഗമനത്തിനുള്ള, പണം വാരിക്കൂട്ടാനുള്ള ആഗ്രഹം ഉപേക്ഷിക്ക്. നീ നിന്റെ മനസ്സിൽ നീ നല്ല ചിന്തകൾ വളർത്ത്. എന്നിട്ട് നിന്റെ നല്ല കർമ്മഫലമായി നിനക്കെന്ത് കിട്ടുന്നുവോ അതുകൊണ്ട് നീ നിന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തണം. ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ പറയുകയാണ് ജഗീഹി, ജഗീഹി എന്നാ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ആ കവിത തുടങ്ങുമ്പോൾ, ശ്ലോകം തുടങ്ങുമ്പോൾ പറയുകയാണ് മൂഢജഗീഹി. തുടക്കം അങ്ങനെയാണ്. മൂഢജഗീഹി ധനാഗമ തൃഷ്ണാം. മൂഢ, ബുദ്ധിയില്ലാത്തവനെ. ജഗീഹി, ജഗീഹി, ജഗീഹി. ഇത് നിങ്ങളുടെ 1000 തവണ നിങ്ങളുടെ മനസ്സിൽ പറ. നിങ്ങൾ ഉപേക്ഷിച്ചാലും, ഉപേക്ഷിച്ചാലും, ഉപേക്ഷിച്ചാലും
ശങ്കരാചാര്യസ്വാമി അടിവരയിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുക, മൂഢ നീ ഉപേക്ഷിക്കടാ, നീ ഉപേക്ഷിക്കടാ, നീ ഉപേക്ഷിക്കടാ. എന്തുപേക്ഷിക്കണം? അതാണ്. എന്താണ് ഉപേക്ഷിക്കേണ്ടത്? നിന്റെ ഇപ്പോഴത്തെ ജീവിത രീതികൾ. സാധാരണ എല്ലാവരും പറയുന്നത് എന്താണ്? വാരിക്കൂട്ടാനാ. വാരിക്കൂട്ട്, വാരിക്കൂട്ട്, കിട്ടുന്നതൊക്കെ നീ സ്വീകരിക്കുക എന്നാ പറയുന്നത്. ശങ്കരാചാര്യസ്വാമി പറയുന്നു, മൂഢ നീ വാരിക്കൂട്ടും തോറും നിന്റെ ഉത്കണ്ഠ കൂടി കൂടി വരും, നിന്റെ മനസ്വസ്ഥത നശിക്കും, നിനക്ക് ടെൻഷൻ കൂടി കൂടി വരും. ഇപ്പൊ ഉദാഹരണമായിട്ട് വില പിടിച്ച ഒരു രത്നമാല നിങ്ങളുടെ അമ്മയുടെ അനിയത്തി അല്ലെങ്കിൽ അച്ഛൻ്റെ അനിയൻ വളരെ വില പിടിച്ച 1.5 കോടി രൂപ വില വരുന്ന ഒരു മാല നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് പറയുകയാണ്, ഞങ്ങളൊരു ടൂറ് പോവുകയാണ്, ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരൂ, ഇതിവിടെ സൂക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ആദ്യം സന്തോഷത്തോടെ നമ്മളിത് സ്വീകരിക്കും. പിന്നെ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും. ഇതെവിടെ വെക്കണം? അലമാരയെ വെച്ച് കൂട്ടിയാൽ അതുവരെയുള്ള നിങ്ങളല്ല. പിന്നെ അലമാരിയെ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പേടി, രാത്രി കള്ളം കയറിയാലോ, അയ്യോ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതല്ലേ, 1 കോടിയുടെ സാധനമല്ലേ, എടുത്ത് തലങ്ങണിയിലടിയിൽ വെക്കാൻ തോന്നും. ഇത് എവിടെ വെച്ചാൽ സേഫായിരിക്കും? എല്ലാ ദിവസവും ആദിയാണ്. ആരെങ്കിലും കയറി കണ്ടോ? വളരെ സ്വസ്ഥമായി ജീവിച്ചു വന്നതാ, ഒരു കുഴപ്പവും ഇല്ലാതെ ജീവിച്ചു വന്നതാ. 1 കോടി രൂപയുടെ ഒരു സാധനം അമ്മയുടെ അനിയത്തി അല്ലെങ്കിൽ അച്ഛൻ്റെ അനിയൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ആ സ്വീകരിച്ച നിമിഷം നിങ്ങളുടെ ഉറക്കം വരെ നഷ്ടപ്പെട്ടു. ഒടുവിൽ അവർ ടൂറ് കഴിഞ്ഞ് വന്ന് ഇത് തിരിച്ചേൽപ്പിക്കുമല്ലോ, ആ ദിവസമാണ് നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങുന്നു. അയ്യോ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയെങ്കിൽ നമ്മളങ്ങനെ പോയെന്ന് പറഞ്ഞാൽ ഇവർ വിശ്വസിക്കുമോ? നമ്മൾ അടിച്ചു മാറ്റിയെന്നല്ലേ ഇവർ കരുതത്തുള്ളൂ. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ വിചാരിക്കുന്നത് എന്തെങ്കിലും വാരിക്കൂട്ടുമ്പോഴാണ് അല്ലെങ്കിൽ കിട്ടുമ്പോഴാണ് സന്തോഷം. നിങ്ങൾ കരുതും ധനം കിട്ടുമ്പോഴാണ് സന്തോഷം. മനസ്സിലായില്ലേ? ചുമ്മാതാ. ജീവിതത്തിൽ ഒരു സന്തോഷവും അനുഭവിക്കാത്ത വർഗം ഏറ്റവും വലിയ ധനികരാണ്. ശരിക്കും പറഞ്ഞാൽ അംബാനി ഇവരൊന്നും ഒരു സന്തോഷം അനുഭവിക്കുന്നില്ല. ഉത്കണ്ഠയാണ് അവർക്ക്. എന്തിനാ പറയുന്നത്? നമ്മളെപ്പോലെ കയ്യും വീശി ഒന്നിറങ്ങി നടക്കാൻ പറ്റുമോ അംബാനിക്ക്? പറ്റത്തില്ല. അവരെപ്പോഴും തോക്കും ചൂണ്ടിപ്പിടിച്ച് അവർ തന്നെ കാശ് കൊടുത്ത് വെച്ചിരിക്കുന്ന ബോഡി ഗാർഡുമായിട്ടാണ്. കാരണം നമ്മളെപ്പോലെ കയ്യും വീശിക്കൊണ്ട് നടന്നാൽ അംബാനിയെ ആളുകൾ തട്ടിക്കൊണ്ടുപോയിട്ട് പറയും 100 കോടി തന്നാ വിട്ടയക്കാം. നമ്മളെ ആരും തട്ടിക്കൊണ്ടുപോകത്തില്ല. 1 ലക്ഷം തന്നാ വിട്ടയക്കാം. മനസ്സിലായില്ലേ? നിങ്ങൾ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ട് നിങ്ങളുടെ ഭർത്താവിനെ വിളിച്ചിട്ട് പറയുകയാണ് 1 ലക്ഷം തന്നാൽ വിട്ടയക്കാം. കെട്ടിയവൻ വേണമെങ്കിൽ പറയും നിനക്ക് ഞാൻ 1 ലക്ഷം അങ്ങോട്ട് തരാം, അവിടെ വെച്ചേരെ, അവിടെ സൂക്ഷിച്ചേരെ, എൻ്റെ പൊന്നേ നീ ഇങ്ങോട്ട് വിടല്ലേ. കണ്ടോ, നമ്മളെന്തൊരു സുഖമാണ്. നമ്മളെ ആരും തട്ടിക്കൊണ്ടു പോകത്തില്ല. എനിക്ക് ഗുരുവായൂർ പോകണമെന്ന് തോന്നിയാൽ ഇവിടുന്ന് ട്രെയിനിൽ കയറി ഗുരുവായൂർ ഇറങ്ങാം. പക്ഷെ അംബാനിക്ക് പറ്റത്തില്ല. 4 ചുറ്റും അവർ തോക്കും ചൂണ്ടി നിൽക്കുകയാണ്. കാരണം ഏത് നിമിഷവും അയാളെ തട്ടിക്കൊണ്ടു പോകാം. ലോട്ടറി അടിക്കുന്ന ആരും രക്ഷപ്പെട്ടിട്ടില്ല. ലോട്ടറി അടിക്കുന്നവരോട് നിങ്ങൾ ശത്രുവായി മാറി. നിങ്ങളുടെ ബന്ധുക്കളുടെ ശത്രുക്കളാണ്. നിങ്ങൾക്കിപ്പം ബമ്പർ അടിച്ചെന്നിരിക്കട്ടെ 20 കോടി 30 കോടി, അതോടെ നിങ്ങളുടെ ബന്ധുക്കളെ കടം വാങ്ങിക്കാൻ വരും. എൻ്റെ മോളെ കല്യാണം 5 ലക്ഷം തരുമോ? നിങ്ങളാ നയാ പൈസ വിട്ട് കളിക്കുമോ? അതുവരെ നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ നിങ്ങളുടെ ശത്രുവായി മാറുന്നത് കാണാം നിങ്ങൾക്ക് ലോട്ടറി അടിച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇന്നാള് പത്രത്തിൽ ഞാനൊരു സർവേ വായിച്ചതാണ്. ലോട്ടറി അടിച്ച ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല. അപ്പം ധനം കിട്ടുമ്പോൾ സന്തോഷം, പക്ഷെ അത് കൂടി കൂടി വരുന്ന അനുസരിച്ച് ദുഃഖം. പ്രണയം, നിങ്ങൾ വിചാരിക്കും ഒരു പ്രണയം കിട്ടുമ്പോൾ സന്തോഷം. ശരിയാണ്, അത് കിട്ടുന്ന നിമിഷം നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അങ്ങോട്ട് ആ പ്രണയത്തിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നമാണ്. സത്യത്തിൽ നിങ്ങളിൽ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കേ. ഞാൻ ഐ ലവ് യു എന്ന് പറയുമ്പോൾ അവരും പറയുന്ന ഐ ലവ് യു. ആ നിമിഷം ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞ് പിന്നെ തർക്കമായി, പിന്നെ അവൻ പറയുന്നു നിന്റെ സ്വഭാവം എനിക്ക് പിടിക്കത്തില്ല, ഞാൻ പോന്നു. ഒടുവിൽ ഡിപ്രഷനായി. ചിലർ പ്രണയ പരാജയത്തിൻ്റെ പേരിൽ ആത്മഹത്യ വരെ ചെന്നെത്തുന്നു. കണ്ടോ? അതേ കണക്ക് എല്ലാ കാര്യങ്ങളും. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്.
പിന്നെ ആ സന്തോഷം ഉണ്ടോ എന്ന് നോക്കിയാൽ മനസ്സിലാകും. പിന്നെ നിങ്ങൾക്ക് ഇരുട്ട വിളക്ക് അതിൻ്റെ പുറകിനാണ്. അവസാനം പത്രത്തിൽ വായിക്കാം, മകൻ ഒറ്റയടിക്ക് അമ്മയെ കൊന്നു, അച്ഛനെ കൊന്നു, അല്ലേ, ലഹരിക്ക് കാശ് കിട്ടാത്തതുകൊണ്ട് അച്ഛനെ അടിച്ചു കൊന്നു. ഇങ്ങനെ നിങ്ങൾക്ക് എന്തും കിട്ടുമ്പം സന്തോഷമാണ്. വീട് കിട്ടുമ്പം സന്തോഷം, പുതിയതായിട്ടൊരു വീട് വെക്കുമ്പം സന്തോഷം. ഇച്ചിരിയും കൂടെ കഴിഞ്ഞ് വീട് വെക്കാൻ വേണ്ടി ലോൺ എടുത്തവര് പലിശയും കൂട്ടി ഇത്ര അടയ്ക്കണമെന്ന് പറയുമ്പോഴോ പിന്നെ ദുഃഖം. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടുമ്പോൾ സന്തോഷം. പിന്നെ അവരുടെ വീട്ടിൽ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വന്ന് വിളിക്കുമ്പോഴും എൻ്റെ മോൻ്റെ ബർത്ത്ഡേയാ, നമ്മക്കന്ന് തന്നതാ, കയ്യിൽ പൈസയും ഇല്ല, കൊടുക്കണ്ടേ. അതായത് നിങ്ങൾക്കിപ്പം എന്തെങ്കിലും കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് വെറും ഉപരിതലത്തിൽ മാത്രമുള്ളതാണ്, ആത്മാവിലുള്ളതല്ല. അത് വളരെ വേഗം നശിക്കും. ഓർമ്മിക്കുക, വളരെ പ്രധാനപ്പെട്ട ഇതിലേക്ക് ഞാൻ പറയാൻ പോവാണ്. നിങ്ങൾ എന്തും സ്വീകരിക്കുന്നതിനെയാണ് അറ്റാച്ച്മെന്റ്. ഒരാൾ നിങ്ങൾക്ക് 10,000 രൂപ വെറുതെ തരുന്നു, അപ്പം നിങ്ങൾ അതിനെ സ്വീകരിക്കുന്നു, നിങ്ങൾക്ക് ആ പണവുമായി അറ്റാച്ച്മെന്റ് ആയി. നിങ്ങൾ എന്തും സ്വീകരിക്കുന്നതിനെയാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരാൾ ഒരു പശുക്കുട്ടിയെ തരുന്നു, നിങ്ങൾ സ്വീകരിക്കുന്നു, അറ്റാച്ച്മെന്റ് ആയി. പ്രസവിച്ച് നേഴ്സ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് തരുന്നു, നിങ്ങൾക്ക് ആ കുഞ്ഞുമായി അറ്റാച്ച്മെന്റ്. കാരണം ആ കുഞ്ഞിനെ നിങ്ങൾ സ്വീകരിക്കുകയാണ്. എന്തും ഉപേക്ഷിക്കുന്നതിനെയാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സകലതും ഉപേക്ഷിക്കുന്നതിനെയാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ശങ്കരാചാര്യ സ്വാമികള് ജഹീഹി, ഉപേക്ഷിക്കൂ, ഉപേക്ഷിക്കൂ, അറ്റാച്ച്മെന്റ് വേണ്ട, ഡിറ്റാച്ച്മെന്റ് മതി. അറ്റാച്ച്മെന്റ് എപ്പോഴും ദുഃഖവും ഉത്കണ്ഠയുമാണ്. അതായത് ഒരു സന്യാസി, അദ്ദേഹത്തിന്റെ കൂടെ 2 ശിഷ്യന്മാരും ഉണ്ട്. ഈ സന്യാസിയും 2 ശിഷ്യന്മാരും കൂടെ നടന്നു വരുമ്പോൾ ഒരു പെൺകുട്ടി ജലത്തിൽ മുങ്ങി മരിക്കുകയാണ്, വെള്ളത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ്. സന്യാസി ചാടി ഇറങ്ങി നീന്തി ഈ പെണ്ണിനെ കോരിയെടുത്ത് ഒരു കൈ കൊണ്ട് നെഞ്ചോട് ചേർത്ത് നീന്തി കരയിൽ വന്നു. പെണ്ണാകട്ടെ അർദ്ധനഗ്നയാണ്. ഇതൊക്കെ ശിഷ്യന്മാര് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ സന്യാസി പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ തൊടരുത്. അപ്പം നമ്മൾ തൊട്ട് കഴിയുമ്പോൾ അതും അർദ്ധനഗ്ന, അവരെ ദേഹത്ത് അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് അവരോട് അറ്റാച്ച്മെന്റ് ആയില്ലേ? അറ്റാച്ച്മെന്റ് പാടില്ല, ഡിറ്റാച്ച്മെന്റ് വേണമെന്നല്ലേ ഈ സ്വാമി പറഞ്ഞത്? അവരെങ്ങനെ ചിന്തിച്ച് ഈ സംഭവം നടക്കുന്നത് രാവിലെ. വൈകുന്നേരം സ്വാമി പ്രഭാഷണത്തിലെത്തി. അങ്ങനെ പ്രഭാഷണത്തിനെത്തിയപ്പോൾ ഈ ശിഷ്യന്മാര് പറഞ്ഞു, സ്വാമി ഒരു കാര്യം, സ്വാമി ഇന്ന് അർദ്ധനഗ്നയായ ഒരു പെണ്ണിനെ നെഞ്ചോട് ചേർത്ത് വെച്ചു അല്ലേ? അത് നമ്മുടെ സന്യാസ നിയമത്തിന് എതിരല്ലേ? അങ്ങ് അവളുമായി അറ്റാച്ച്മെന്റ് ആയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ സന്യാസി ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവളെ രക്ഷിച്ചു. മരിക്കാൻ പോകുന്ന ഒരാളെ രക്ഷിക്കേണ്ടത് നമ്മളെ കടമയാണ്. അപ്പോഴും തന്നെ അവളെ രക്ഷിച്ചു, അവളെ ഞാൻ അവിടെ വിട്ടു, അവളെക്കുറിച്ചുള്ള ചിന്തകളും വിട്ടു. നീയാകട്ടെ അവളെ തൊട്ടിട്ടില്ല, അവളെ പൊക്കിയെടുത്തിട്ടില്ല, അവളെ നെഞ്ചോട് ചേർത്തതുമില്ല. എന്നിട്ടും നിന്റെ മനസ്സിൽ ഇപ്പോഴും അവളും അവളുടെ രൂപവും ഞാൻ അവളെ നെഞ്ചോട് ചേർത്തിയതും ഒട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതായത് നീ അവളെ ഇപ്പോഴും അവളുടെ ഓർമ്മ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആർക്കാണ് ഇവിടെ അറ്റാച്ച്മെന്റ്? നിനക്കാണോ അറ്റാച്ച്മെന്റ്? എനിക്കാണോ അറ്റാച്ച്മെന്റ്? കാരണം നീ ആ രംഗത്തെയും അർദ്ധനഗ്ന ശരീരത്തെയും മനസ്സിലേക്ക് സ്വീകരിച്ച് നീ വെച്ചിരിക്കുകയാണ്. അതോടുകൂടി നിന്റെ ഉത്കണ്ഠ വർദ്ധിച്ചു. അപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ശിഷ്യന്മാർക്ക് ഉത്കണ്ഠയായിരുന്നു. പക്ഷെ അത് ഉപേക്ഷിച്ച സ്വാമിജിക്ക് ഒന്നുമില്ല. നമ്മുടെ പഞ്ചതന്ത്രത്തിൽ ഒരു കഥ പറയുന്നുണ്ട്, ഒരു കുരങ്ങ് പിടുത്തക്കാരന്റെ കഥ. അവൻ എന്ത് ചെയ്തിരിക്കുന്നു? അവനൊരു നീണ്ട പാത്രം കഷ്ടിച്ച് ഒരു കൈ മാത്രം കടത്താൻ പറ്റുന്ന വിടവ്, അതിനകത്ത് കപ്പലണ്ടി ഇട്ടുകൊണ്ടുവന്നു, അണ്ടിപ്പരിപ്പും ഇട്ടുകൊണ്ടുവന്നു. മരത്തിൽ കുരങ്ങൻ ഇരിക്കുകയാണ്. കുരങ്ങൻ കാണത്തക്ക വണ്ണം അത് വെച്ചു. വെച്ചിട്ട് അയാൾ മാറി നിന്നു. കുരങ്ങൻ മരത്തിൽ നിന്ന് ചാടി വന്നു. അവൻ കപ്പലണ്ടി കണ്ടപ്പോൾ അതിനോട് അറ്റാച്ച്മെന്റ് ആയി. അവൻ അതെടുക്കാൻ കൈയിട്ടു. പക്ഷേ കൈ നിറയെ വാരി അങ്ങോട്ട് എടുത്തപ്പോ കൈ അതിൽ നിന്ന് എടുക്കാൻ വയ്യ. കണ്ടോ? ഇതെല്ലാം കുരങ്ങ് പിടുത്തക്കാരൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് കഷ്ടിച്ചൊരു കൈ കയറാനുള്ള സ്ഥലമേ ഉള്ളൂ. ഈ നട്സ്, ഈ കപ്പലണ്ടി അങ്ങ് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അവൻ ആ കൈ തിരിച്ചെടുക്കാം. പക്ഷെ അവനത് ഉപേക്ഷിക്കാൻ മനസ്സ് വരുന്നില്ല.
അവൻ കൈയിട്ട് അതും കൊണ്ടവന് തിരിച്ചു വരണം. അപ്പോഴേക്കും കുരങ്ങ് പിടുത്തക്കാരൻ വന്നിവനെ പിടിക്കുകയും ചെയ്തു. കണ്ടില്ലേ? അത് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ആ കുരങ്ങന് രക്ഷപ്പെടാമായിരുന്നു. ഇതുപോലെയാണ് നമ്മളെന്ന കുരങ്ങന്മാര്. കണ്ടില്ലേ? മരണം ഒരു പാത്രം കൊണ്ട് വെച്ചിരിക്കുക, അതിനകത്ത് കൈയിട്ടെല്ലാം പിടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനാകാതെ നമ്മൾ കറങ്ങുകയാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ ഉപേക്ഷിക്കണം? അപ്പൊ ശങ്കരാചാര്യ സ്വാമികള് നിങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെ 1, 2, 3 ഇട്ട് പറയുകയാണ്. അതിൽ ശങ്കരാചാര്യ സ്വാമികള് ഈ ശ്ലോകത്തിലൂടെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ട ഒന്നാമത്തെ കാര്യം പറയുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. ഭജഗോവിന്ദത്തില് ഏറ്റവും പ്രധാനപ്പെട്ട പദമാണെന്ന് ഞാൻ പറഞ്ഞു. ജഹീഹി. ജഹീഹി, ഉപേക്ഷിക്ക്. ഉപേക്ഷിക്ക്. എന്തൊക്കെ ഉപേക്ഷിക്കണം? എന്തൊക്കെ കാര്യങ്ങൾ ഉപേക്ഷിക്കണം? മനസ്സിലായില്ലേ? കാരണം ഉപേക്ഷിക്കുമ്പോഴേ സ്വസ്ഥത കിട്ടൂ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കെ. നമ്മള് ഈ വീടും വീടും എല്ലാം കളഞ്ഞതിന് ശേഷം നല്ല ഹിമാലയത്തിൽ അങ്ങ് പോയി പ്രകൃതി ഭംഗി കണ്ട് അവിടുന്ന് നമ്മൾ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വല്ല ഉത്കണ്ഠയുണ്ടോ? നമുക്ക് ടാക്സ് കൊടുക്കണമെന്ന് വേണ്ട, ബാങ്കുകാരൻ വരണമെന്ന് വേണ്ട, കാറിന്റെ മറ്റേ ലോൺ അടയ്ക്കണമെന്ന് വേണ്ട, ഫ്രീ ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ശങ്കരാചാര്യ സ്വാമികൾ നമ്മളോട് പറയുന്നു, മൂഢ, നീ പിടിവിടുക, നീ പിടിവിട്, നീ ഉപേക്ഷിക്ക്. ഉപേക്ഷിച്ചാൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോ അതായത് നമ്മൾ വേറൊരു ഉദാഹരണവും നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു കുട്ടി അല്ലെ കയ്യിൽ കപ്പലണ്ടി ആയിട്ട് ഇങ്ങനെ പോവുകയാണ് കുറ്റാലത്തൂടെ. കുരങ്ങന്മാരുണ്ട്, ചാടി വന്ന കപ്പലണ്ടിയുടെ പൊതിയുണ്ട്, പിടിക്കാൻ തുടങ്ങി. ഇവൻ എന്ത് ചെയ്തു? കൊച്ചു ഭയന്ന് നിലവിളിച്ചു. അപ്പൊ കണ്ടു നിന്നവര് പറഞ്ഞ കപ്പലണ്ടി വിട്ടേരെ. അത് വിട്ടു കഴിഞ്ഞപ്പോൾ കുരങ്ങന്മാർ അതിന്റെ പുറകിൽ പോയി, ഇവന് സുഖമായി. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉപേക്ഷിക്കുമ്പോഴാണ് നിങ്ങൾ എന്തും സ്വീകരിച്ചാൽ പ്രശ്നം. അപ്പൊ എന്തൊക്കെ ഉപേക്ഷിക്കണം? അത് 1, 2, 3, 4, 5 എന്ന് ശങ്കരാചാര്യ സ്വാമി പറയാൻ പോവുകയാണ്. അതിൽ ഈ ശ്ലോകത്തിൽ നിങ്ങൾ ഉപേക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ധനം. നിങ്ങൾ ശരിക്കും ഉപേക്ഷിക്കേണ്ടത് ഏതാണ്? ധനമാണ് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഞെട്ടിപ്പോകും. എന്താ ഈ സ്വാമി എന്തോന്ന്? സ്വാമിക്ക് ബുദ്ധിയില്ലേ? ഞങ്ങൾ പിന്നെ മനുഷ്യരെങ്ങനെ ജീവിക്കും? ധനം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കുക. ശങ്കരാചാര്യ സ്വാമി പറയുന്നത് ധനം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് കളയാനല്ല. നിങ്ങൾക്ക് ജീവിക്കാൻ ധനം വേണം. പക്ഷേ സത്യമായ മാർഗത്തിലൂടെ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ എന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് കിട്ടുന്ന ആ പണം, അത് മാത്രമേ നിങ്ങൾ ശേഖരിക്കാവൂ. അത്യാഗ്രഹം പാടില്ല. വേദത്തിൽ തന്നെ പറയുന്നു, ദൈവം എന്നത് സത്യമാണ്. ശ്രദ്ധിച്ചു കേട്ടോളണം. അതായത് നമ്മുടെ കൗടില്യൻ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. എന്താണ് അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത്? നിങ്ങൾ സ്നേഹത്തിലൂടെ പണം സമ്പാദിക്കുക, നല്ല കർമ്മങ്ങളിലൂടെ പണം സമ്പാദിക്കുക, അത്യാഗ്രഹം നിങ്ങൾ എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക. ഇതാണ് പറയുന്നത്. നിങ്ങൾ പണം സമ്പാദിച്ചോ, പക്ഷേ നേരായ മാർഗത്തിലൂടെ. നമ്മൾ പത്രത്തിൽ വായിച്ചതില്ലേ, ഒരു മജിസ്ട്രേറ്റ് അയാളുടെ വീട്ടിൽ എന്തോ കാര്യത്തിന് പോലീസ് എന്നപ്പോൾ നോട്ടുകളെല്ലാം കൂടെ എന്താണ് കൂട്ടിയിട്ട് കത്തിക്കുന്നു. കണ്ടില്ലേ? നമ്മൾ കാണുന്നില്ലേ? വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പം വില്ലേജ് ഓഫീസറെ അഴിമതി കുറ്റത്തിന് കൈക്കൂലിക്ക് കയ്യോടെ പിടികൂടിയിരിക്കുന്നു. അത്യാഗ്രഹം. എന്തിനാണ് പറയുന്നത്? നമ്മുടെ 2 സിനിമാ നടന്മാരെ സൂപ്പർ സ്റ്റാറുകൾ മമ്മൂട്ടിയും മോഹൻലാലും ഇടയ്ക്ക് വെച്ച് നമ്മൾ കണ്ടതല്ലേ, ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നെന്ന് അല്ലേ? അപ്പം എന്തുകൊണ്ടാണ്? അവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോടിക്കണക്കിന് രൂപയല്ലേ അവർക്കുള്ളത്? കോടിക്കണക്കിന് രൂപ കയ്യിലിരിക്കുന്നു. പക്ഷേ അപ്പോൾ അത് കൃത്യമായി കണക്കാക്കി അതിൻ്റെ നികുതി നമ്മുടെ രാജ്യത്തിന് അവർ കൊടുക്കണ്ടേ? അങ്ങനെ രാജ്യത്തിന് കൊടുത്താൽ, അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ആയുധങ്ങളും മറ്റും വാങ്ങുന്നത്. പാകിസ്ഥാനും ചൈനയും ഒക്കെ ആക്രമിക്കാൻ വന്നാൽ തിരിച്ചടിക്കാൻ ആയുധം വേണ്ടേ? അതെങ്ങനെയാ ഒരു രാജ്യം വാങ്ങുന്നത്? നികുതി കൊണ്ടാണ്. പക്ഷേ നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ, അത് ഇവിടുത്തെ മാത്രമല്ല, ഹിന്ദി നടന്മാരായാലും ശരി തന്നെ, അവരാ നികുതി കൊടുക്കാതെ അതും കൂടെ എങ്ങനെ ശേഖരിക്കാം എന്ന് വിചാരിച്ച് ഇത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ്. കണ്ടോ? പണത്തോടുള്ള അത്യാർത്തി.
ആ റെയ്ഡ് നടത്തി. പിന്നെ അതിനെക്കുറിച്ച് പിന്നെ എന്താ റിസൾട്ട് ആയെന്നൊന്നും നമ്മൾ അറിഞ്ഞില്ല. അതൊക്കെ അവർ വലിയ വലിയ ആൾക്കാരല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താ പറയുന്നത്, നിങ്ങൾക്ക് പണം കിട്ടി വരുമ്പോൾ പണത്തോട് ആർത്തി വരും. ഈവൻ യൂട്യൂബിൽ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യും. പിന്നെ അങ്ങ് ഡെയിലി എന്തിനാണ് ആർത്തി. ആ ആർത്തിയോടുകൂടി നിങ്ങൾ ചെയ്യരുത്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് കണ്ടില്ലേ, നിങ്ങളുടെ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യൂട്യൂബിൽ ഇടുന്നത് എനിക്ക് വേണ്ടിയല്ല, ആർത്തി പിടിച്ചിട്ടും അല്ല. ഞാൻ അന്തസ്സായി ജോലി ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന പണം എനിക്കല്ലാതൊരു പൈസയും വേണ്ട. അതായത് ഇപ്പൊ ജ്യോതിഷം, നിങ്ങൾ ജ്യോതിഷത്തിൽ എന്നെ വിളിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് 1 രൂപ ഞാൻ വാങ്ങിക്കുന്നുണ്ടോ? ഞാൻ സത്യസന്ധമായി ജോലി ചെയ്ത് അങ്ങനെ കിട്ടുന്ന പണം. അപ്പൊ ശങ്കരാചാര്യ സ്വാമികള് ധനം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആർത്തി പിടിച്ച് നേരായ മാർഗത്തിലൂടെ അല്ലാതെ കൈക്കൂലി, പിന്നെ ആരെങ്കിലെയും പറ്റിച്ച് കള്ളം പറഞ്ഞ്, അല്ലെ 50 രൂപയുടെ സാധനം തേച്ചു മിനിക്ക് 500 രൂപ വിലയൊട്ടിച്ച് അങ്ങനെ കിട്ടുന്ന ധനം നീ ഉപേക്ഷിക്കൂ മൂഢ. സത്യസന്ധമായ മാർഗത്തിലൂടെ നീ ധനം ശേഖരിക്കുകയാണെങ്കിൽ നിനക്ക് ആ ധനത്തിനോട് ഒട്ടല് വരില്ല, അവിടെ നിനക്ക് അറ്റാച്ച്മെന്റ് വരില്ല. ആർത്തി പിടിക്കുമ്പോഴാണ് ഏത് വരുന്നത്? അറ്റാച്ച്മെന്റ് വരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു, മൂഢ, നീ ധനത്തിനോടുള്ള ആർത്തി ഉപേക്ഷിക്കൂ, അപ്പോൾ നിനക്ക് ആനന്ദം കിട്ടും. എന്ന് പറഞ്ഞാൽ നീ നേരായ മാർഗത്തിലൂടെ, സത്യസന്ധമായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കൂ, സത്യസന്ധമായി നീ ജോലി ചെയ്യൂ. അപ്പോഴും നിനക്ക് കിട്ടുന്ന പണം ആ നേരായ മാർഗത്തിലൂടെ കിട്ടുന്ന പണം മാത്രം നീ സ്വീകരിക്കുക. വളഞ്ഞ വഴിയിലൂടെ കിട്ടുന്ന ഒരു പണവും സ്വീകരിക്കാതെ അതിനെ എന്ത് ചെയ്യുക? നിങ്ങൾ ഉപേക്ഷിക്കുക. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളോട് പറയുന്നു, നോക്കൂ, നിങ്ങൾ പണം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വളഞ്ഞ വഴിയിലൂടെ പണം നേടാതെ നേരായ മാർഗത്തിലൂടെ പണം നേടുക. കൈക്കൂലി അങ്ങനെയൊക്കെ കിട്ടുന്ന വളഞ്ഞ മാർഗത്തിലുള്ള പണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക. ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമയേ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.